നമസ്കാരം. കരുവന്നൂരിൽ സഹകരണ നിയമങ്ങൾ ലംഘിച്ച് 5 അക്കൗണ്ടുകൾ CPM-നുണ്ടായിരുന്നുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഈ അക്കൗണ്ടിന്റെ വിവരങ്ങൾ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ED കൈമാറി. 5 രഹസ്യ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ റിസർവ് ബാങ്കിലും ധനമന്ത്രാലയത്തിനും നൽകി. ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ച് വായ്പകൾ വിതരണം ചെയ്തു. വൻതോതിൽ ഭൂമി വാങ്ങാനും ഈ അക്കൗണ്ടുകൾ ഉപയോഗിച്ചു എന്ന് ആരോപണമുണ്ട്. ഇതെല്ലാം പരിശോധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉചിതമായ തീരുമാനമെടുക്കണമെന്നതാണ് EDയുടെ ആവശ്യം. കരുവന്നൂരിൽ ED നിലപാട് കടുപ്പിക്കുന്നതിന്റെ സൂചനയാണിത്. രഹസ്യ അക്കൗണ്ടുകൾ ഓഡിറ്റിംഗിൽ നിന്നും മറച്ചുവെച്ചുവെന്നും ED ആരോപിക്കുന്നു. കരുവന്നൂരിൽ നിക്ഷേപകരുടെ പണം തട്ടിയെടുത്തവർ എത്ര ഉന്നതരായാലും ശക്തമായ നടപടിയുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ED പിടിച്ചെടുത്ത പണം നിക്ഷേപകർക്ക് തിരിച്ചു നൽകുമെന്നും ഇതിന് പിന്നിലെ നിയമസാധുത പരിശോധിക്കുകയാണ് എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് BJPയുടെ ബൂത്ത് തല പ്രവർത്തകരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു പ്രധാനമന്ത്രി. ഇതിന് പിന്നാലെയാണ് EDയുടെ നടപടികൾ. കരുവന്നൂരിൽ ചില ഉന്നത CPM നേതാക്കളെ ED അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഏതായാലും കമ്മീഷന്റെ നിലപാടുകൾ നിർണായകമാകും. CPM-ന്റെ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള EDയുടെ നീക്കമാണിതെന്നും വിലയിരുത്തലുണ്ട്. ഇതിനൊപ്പം ചില ഉന്നതരെ ED അറസ്റ്റ് ചെയ്യാനും സാധ്യത ഏറെയാണ്. അതിരൂക്ഷമായാണ് ഈ വിഷയത്തിൽ 2 ദിവസം മുൻപ് മോദി പ്രതികരിച്ചത്. ബാങ്കിൽ കൊള്ള നടത്തിയവരിൽ ഇടതുപക്ഷത്തെ ഉന്നതരായ നേതാക്കൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. സാധാരണക്കാരുടെ പണം തട്ടിയെടുത്തത് ഇവരാണ് എന്നും പുതിയ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ ഇവർക്കെതിരെ നടപടിയെടുക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വർണ്ണക്കള്ളക്കടത്ത് വിഷയം മുഖ്യമന്ത്രിയുടെ പടിവാതിക്കൽ വരെയെത്തി. കേരളത്തിലെ ജനങ്ങൾ ഇത് തിരിച്ചറിയണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. കേരളത്തിലെ സഹകരണ മേഖലയിലെ അഴിമതിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി ആലത്തൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ഡോക്ടർ TN സരസുവിന് ഉറപ്പ് നൽകിയിരുന്നു. CPM നേതാക്കളുടെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകളിൽ വലിയ തോതിലുള്ള തട്ടിപ്പുകളാണ് നടക്കുന്നത് എന്നും കരുവന്നൂരിലുണ്ടായ തട്ടിപ്പ് ഇത്തരത്തിലുള്ളതാണ് എന്നും സ്ഥാനാർത്ഥി പറഞ്ഞതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയത്. നേരത്തെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ മന്ത്രി P രാജീവ് ഉൾപ്പെടെ CPM-ന്റെ നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി ED ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചിരുന്നു. അനധികൃതമായി വായ്പ നൽകാൻ P രാജീവ് സമ്മർദ്ദം ചെലുത്തിയെന്നായിരുന്നു. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണിത്. എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് രാജീവ് നിയമവിരുദ്ധമായി സമ്മർദ്ദം ചെലുത്തിയത്. ബാങ്കിലെ മുൻ സെക്രട്ടറി സുനിൽകുമാറാണ് രാജീവിനെതിരെ മൊഴി നൽകിയത്. വിവിധ CPM ലോക്കൽ ഏരിയ സെക്രട്ടറിമാരുടെ പേരിൽ നിരവധി രഹസ്യ അക്കൗണ്ടുകളുണ്ട്. ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു എന്നാരോപിച്ച് അലി സബ്രി നൽകിയ ഹർജിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സത്യവാങ്മൂലം മുൻപുണ്ടായത്. ഈ അക്കൗണ്ടുകളിൽ 5 എണ്ണമാണ് വീണ്ടും ED ചർച്ചയാക്കുന്നത്. കരുവന്നൂർ സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് തട്ടിപ്പ് സംഘടിത കുറ്റകൃത്യമാണ്. ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, പ്രാദേശിക, ജില്ലാ, സംസ്ഥാന ഭരണതലത്തിലുള്ള വ്യക്തികൾ എന്നിവരുടെ ഉന്നത ബന്ധങ്ങൾ ഇതിൽ വെളിപ്പെടുന്നു. രാഷ്ട്രീയ ബന്ധങ്ങൾ, പൊതു തട്ടിപ്പ് എന്നിവയുടെ കാര്യത്തിലും കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നാണിത്. ഈ വ്യക്തികൾ നടത്തുന്ന ഇടപാടുകൾ ബിനാമി പേരുകളിലും പണത്തെ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനങ്ങളിലുമാണ്. സാധാരണക്കാർക്ക് അവരുടെ നിക്ഷേപം നഷ്ടപ്പെട്ടതിനാൽ തന്നെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ പണമിടപാടുകളെയും ബിനാമി സ്വത്തുക്കളെയും സംബന്ധിച്ച് ആഴത്തിലുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട് എന്നും ഹൈക്കോടതിയെ ED അറിയിച്ചിരുന്നു. എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ P രാജീവ് ഇതിൽ ഇടപെട്ടു. AC മൊയ്തീൻ, പാലോളി മുഹമ്മദ് കുട്ടി തുടങ്ങിയ പാർട്ടിയുടെ നേതാക്കൾക്കെതിരെയും മുൻ സെക്രട്ടറി സുനിൽകുമാർ മൊഴി നൽകിയിട്ടുണ്ട്. കരുവന്നൂരിൽ നിയമവിരുദ്ധമായി ജനങ്ങളുടെ പണം തട്ടിയെടുക്കുന്നതിൽ CPM പങ്കുവഹിച്ചു. തട്ടിപ്പിനായി ഗൂഢാലോചന നടത്തിയെന്നാണ് EDയുടെ നിലപാട്. ഈ സാഹചര്യത്തിൽ ഉന്നത നേതാക്കളെ ED ചോദ്യം ചെയ്യാൻ സാധ്യത ഏറെയാണ്.